നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമാണ് മഹാഭാരതത്തെ ഇതിഹാസ കാവ്യമാക്കി മാറ്റുന്നത്. യുഗങ്ങൾ കഴിഞ്ഞും മഹാഭാരതം ഇന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ കാരണം അതുതന്നെയാണ്. പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൃതി വിസ്മരിക്കപ്പെടുമായിരുന്നു. മഹാഭാരതത്തെ ഭക്തിയോട് സമീപിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ ഗ്രന്ഥത്തിൽ മാത്രമല്ല ഈ ജഗത്രയത്തിൻ്റെയും നായകനാണെന്ന് നമുക്ക് വ്യക്തമാകും. അതിനുള്ള പ്രത്യക്ഷ ദൃഷ്ടാന്തം ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനം തന്നെയാണ്. ഭഗവത്ഗീതയിലെ 10-11 അധ്യായം ശ്രദ്ധാപൂർവം മനനം ചെയ്താൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ നിയന്താവായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് വ്യക്തമാകും. ഭഗവാൻ അർജുനനോട് പറയുന്നു, ഞാൻ സകല ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവാണ്. സകല ചരാചരങ്ങളുടെയും ആദിയും മധ്യവും അന്തവും ഞാനാണ്. ഇതുകൊണ്ടാണ് മഹാഭാരതത്തെ പ്രത്യക്ഷ ശ്രീകൃഷ്ണൻ എന്നുകൂടി വിളിക്കുന്നത്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരനിൽ നിർത്തണം. അങ്ങനെ കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. യദാ കൃതാംഭോനിധി സേതുബന്ധനഃ കരസ്ഥലാധ കൃതപർവതാധിപഃ ഭവാനി തേ ലംഘിതപത്മസംഭവഃ തദാ ശിവാർച്ചാസ്തവ ഭാവനക്ഷമഃ. യദാ കൃതാംഭോനിധി സേതുബന്ധനഃ കരസ്ഥലാധ കൃതപർവതാധിപഃ ഭവാനി തേ ലംഘിതപത്മസംഭവഃ തദാ ശിവാർച്ചാസ്തവ ഭാവനക്ഷമഃ. ഇനി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. സമുദ്രത്തിൽ അണകെട്ടാൻ ആരാണോ പ്രാപ്തനാകുന്നത്, പർവ്വതത്തെ കൈപ്പത്തി കൊണ്ട് താഴ്ത്താൻ ആർക്കാണോ സാമർഥ്യമുണ്ടാകുന്നത്, ആരാണോ ബ്രഹ്മാവിനെ ലംഘിക്കാൻ കഴിയുന്നത്, അവർക്കേ ശിവാർച്ചനയും ശിവഭാവനയും സാധ്യമാകൂ. അത്രയും ദുർലഭമാണ് പരമാർത്ഥത്തിലുള്ള ശിവാർച്ചന എന്ന് ആലങ്കാരികമായി വ്യക്തമാക്കുന്ന ശിവാനന്ദലഹരിയിലെ 88-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരസ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 87ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. 86-ൽ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും പോലും അവിടുത്തെ മസ്തകത്തെയോ പാദത്തെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അവിടുത്തെ രൂപം കണ്ട് പൂജിക്കും എന്ന് പറഞ്ഞു. തുടർന്ന് ഭഗവാനെ ഇപ്രകാരമൊക്കെ സ്തുതിച്ച് എന്താ പ്രാർത്ഥിക്കുക? കാരണം ഭഗവാന്റെ കയ്യിൽ വിഷവും പാമ്പും മൃഗത്തോലും കാളയുമൊക്കെയാണുള്ളത്. ഇതൊന്നും തനിക്ക് പ്രാർത്ഥിക്കാനില്ല. അപ്പം എന്താ പ്രാർത്ഥിക്കുക എന്ന് ആലോചിച്ചിട്ട് ഭഗവത് പാദപത്മങ്ങളിലുള്ള ഭക്തി തന്നെ നൽകണമേ, തനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഭഗവാനിൽ നിന്ന് മറ്റൊന്നും തന്നെ തനിക്ക് പ്രാർത്ഥിക്കാനില്ല. പിന്നെയോ ശുദ്ധമായ പാദഭക്തി മാത്രം തനിക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ സരസമായിട്ടാണ് പ്രാർത്ഥന. കാരണം വാസ്തവത്തിൽ ഭക്തനൊന്നും പ്രാർത്ഥിക്കാനില്ല, അത് ഭഗവാനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. എല്ലാം അവിടുത്തെ സങ്കല്പത്തിന് വിധേയമാണ്. എന്തു തന്നെ പ്രാർത്ഥിച്ചാലും ലഭിക്കുമെന്ന് ഭക്തനറിയാം. പക്ഷേ ഭക്തനൊന്നും ആവശ്യമില്ല. ഭക്തന് പാദപത്മങ്ങളിൽ ഭക്തി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതൊരു സരസമായി ചമത്കാരപൂർണമായി പറയുകയാണ്, നിൻ്റെ അടുത്ത് എന്താ തരാനുള്ളതൊന്നുമില്ല. വിഷവും പാമ്പും മൃഗത്തോലും വയസ്സൻ കാളയും ശ്മശാനത്തിലെ ചുടലഭസ്മവും മനുഷ്യൻ്റെ തലയോടും ഇതൊക്കെയല്ലേ ഉള്ളത് എന്ന് ഒരു സരസമായ കൽപ്പന. തുടർന്ന് എപ്പോഴാണ് ഒരാൾക്ക് ശിവപൂജ ചെയ്യാനുള്ള സാമർഥ്യം കൈവരുന്നത്? അതാണ് പറയുന്നത്. നോക്കൂ. യഥാ കൃതാംബോ നിധിസേതുബന്ധന കരസ്ഥലാധകൃത പർവ്വതാധിപ ഭവാമി തേ ലംഘിതപാത്മസംഭവ തദാ ശിവാർച്ചാസ്തവ ഭാവനക്ഷമഃ. യഥാ കൃതാംഭോ നിധിസേതുബന്ധന കരസ്ഥലാധകൃത പർവ്വതാധിപ ഭവാമി തേ ലംഘിതപത്മസംഭവ തദാ ശിവാർച്ചാസ്തവ ഭാവനക്ഷമഃ. യഥാ എപ്പോഴാണോ കൃതാംഭോനിധി സേതുബന്ധന, അംഭസ്സിൻ്റെ നിധി, അംഭസ് ജലം, ജലനിധി സമുദ്രം. അപ്പോൾ സമുദ്രത്തിൽ സേതുബന്ധന, സേതുബന്ധനം, അണ കെട്ടുന്നത്. സേതു എന്ന് പറഞ്ഞാൽ അണ, അണക്കെട്ട്. ആ അണക്കെട്ടിനെ ഒരാൾ ബന്ധിക്കുന്നത് എപ്പോഴാണോ? എവിടെ? സമുദ്രത്തിൽ. അപ്പോൾ കൃതാംഭോനിധി സേതുബന്ധന എന്നുള്ള ഒറ്റ വാക്കാണ്. അർത്ഥം വരുന്നത് സമുദ്രത്തിൽ അണ കെട്ടിയവൻ, സമുദ്രത്തിൽ അണക്കെട്ടുണ്ടാക്കിയവൻ, അങ്ങനെയുള്ളവനായ എപ്പോഴാണോ ഒരാൾ തീരുന്നത്? യഥാ എപ്പോഴാണോ കരസ്ഥലാധകൃത പർവ്വതാധിപ, പർവ്വതാധിപനെ, പർവ്വതശ്രേഷ്ഠനെ കരസ്ഥലം കൊണ്ട്, കൈപ്പത്തി കൊണ്ട് അധസ്ഥിതനാക്കുന്നത്, താഴ്ത്തുന്നത്. അപ്പോൾ ഒരാൾക്ക് ആ ഒരു സാമർഥ്യം എപ്പോഴാണോ വരുന്നത്? മൂന്നാമത് പറയുകയാണ് ലംഘിത പത്മസംഭവ യഥാ ഭവാമി. എപ്പോഴാണോ പത്മസംഭവനെ
ലംഘിച്ചവനാകുന്നത്. തഥാ അപ്പോൾ ശിവാർച്ച ഭാവനക്ഷമ, ശിവ അർച്ചയിലും ശിവഭാവനയിലും ഒരാൾ ക്ഷമതയുള്ളവനായിത്തീരും, സമർത്ഥനായിത്തീരും. ഇത് വളരെ ആലങ്കാരികമായുള്ളൊരു ഒരു പ്രയോഗമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലളിതമായി പറഞ്ഞാൽ, എപ്പോഴാണോ ഒരാൾ സമുദ്രത്തിൽ ചിറകെട്ടാൻ സമർത്ഥനാകുന്നത്, എപ്പോഴാണോ ഒരാൾ തൻ്റെ കൈപ്പത്തി കൊണ്ട് പർവ്വതാധീശനെ താഴ്ത്തുന്നത്, എപ്പോഴാണോ ഒരാൾ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും ലംഘിക്കുന്നത്, അപ്പോൾ പരമശിവൻ്റെ അർച്ചനയും അതുപോലെ ഭാവനയും ചെയ്യാൻ ഒരാൾ സമർത്ഥനാകും. അത്രയും ദുർലഭമാണ് പരമാർത്ഥത്തിലുള്ള ശിവാർച്ച, ശിവഭാവന. അപ്പോൾ ഇവിടെ 3 ആശയങ്ങളെ പറഞ്ഞത്. ഒന്ന്, സേതുബന്ധനം ചെയ്യാൻ സമർത്ഥനാകുന്നത് എപ്പോഴാണോ. 2, സ്വന്തം കൈപ്പത്തി കൊണ്ട് പർവ്വതത്തെ താഴ്ത്താൻ സമർത്ഥനാകുന്നത് എപ്പോഴാണോ. 3, സാക്ഷാൽ ബ്രഹ്മാവിനെ തന്നെ ലംഘിക്കാൻ സമർത്ഥനാകുന്നത് എപ്പോഴാണോ, അപ്പോഴേ ഭഗവാനെ നിന്നെ പൂജിക്കാൻ കഴിയൂ എന്നാണ് പറയണത്. എന്തൊക്കെയാണ് ഇതിലടങ്ങിയ ആശയങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം. അറബിക്കടലിന്റെ ഓംകാര ശംഖധ്വനിയോടെ ഉണരുന്ന കൊല്ലങ്കോട് എന്ന കടലോര ഗ്രാമത്തിൽ ഇഷ്ടവരപ്രദായിനിയായ ശ്രീ ഭദ്രകാളി ദേവി ഇരട്ട ദേവതാ രൂപത്തിൽ കുടികൊള്ളുകയാണ്. ഭദ്രയായും രുദ്രയായും സങ്കല്പിച്ച് ആരാധിച്ചു പോരുന്നുണ്ടെങ്കിലും ഒറ്റ ദേവതയായിട്ടാണ് ഭദ്രകാളി ദേവി ദർശനമരുളുന്നത്. കന്യാകുമാരി ജില്ലയിലെ വിളവിൻകോട് താലൂക്കിൽ കൊല്ലങ്കോട് പഞ്ചായത്തിലാണ് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീവാഴുംകോട്, വഞ്ചിഭൂമി, വേണാട്, ധർമ്മരാജ്യം എന്നിങ്ങനെ നിരവധി നാമങ്ങളാൽ സുപ്രസിദ്ധമായ തിരുവിതാംകൂർ ദേശത്തിലായിരുന്നു വിളവിൻകോട്. ഐശ്വര്യസമ്പൂർണവും വിളഭൂയിഷ്ടവുമായ വിളവിൻകോട് ഗ്രാമത്തിലെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് കൊല്ലങ്കോട്. ആയിരത്തി 1956 വരെ കേരളത്തിന്റെ ഭാഗമായിരുന്നു ഈ കടലോര ഗ്രാമം. പിന്നീട് തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു. പച്ച പരവതാനി വിരിച്ചിട്ട പാടശേഖരങ്ങളും ആമ്പൽക്കുളങ്ങളും പൂങ്കാവുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു കൊല്ലങ്കോട്. വെങ്കഞ്ഞി, അണുക്കോട്, പനവിള എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു ചെറുഗ്രാമം. തമിഴ്നാടിന്റെ ഭാഗമാണ് ഈ ഗ്രാമപ്രദേശമെങ്കിലും ഇവിടെ ഭൂരിഭാഗം പേരും മലയാളം സംസാരിക്കുന്നവരാണ് എന്നതുകൊണ്ട് തന്നെ ഒരു കേരളീയ ഗ്രാമമായാണ് കൊല്ലങ്കോട് നിലനിൽക്കുന്നത്. ആകാശ നീലിമയ്ക്ക് കീഴിൽ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോട് ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ വരിക്കപ്ലാവിൽ തീർത്ത് നാഗഫണങ്ങളാൽ അലങ്കൃതമായ അർദ്ധവൃത്താകാരമായ മുടികളിലാണ് ദേവിമാർ കുടികൊള്ളുന്നത്. ദയാമയിയായ ദേവിമാർ വടക്ക് മുഖമായി
ഭദ്രാസനസ്ഥരായി ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യമരുളുന്നു. 2 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഒരേ ദേശത്ത് ഒരേ ദേവിക്കായി 2 ക്ഷേത്രങ്ങളുള്ള അപൂർവമായ ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് ദേശത്തെ പ്രധാന പാടശേഖരത്തോട് ചേർന്ന് നിൽക്കുന്ന പുണ്യഭൂമിയിൽ മൂലക്ഷേത്രമായ ശ്രീ വട്ടവിള ഭദ്രകാളി മുടിപ്പുര സ്ഥിതി ചെയ്യുന്നു. ഇരുദേവതമാരുടെ ഒരുമയാൽ ധന്യമായ ഈ കാളീദേവി ക്ഷേത്രത്തിലാണ് ദേവിയുടെ സ്ഥിര സാന്നിധ്യവും നിത്യപൂജയുമുള്ളത്. 2ാമത്തെ ക്ഷേത്രം വെങ്കഞ്ഞി ദേശത്താണ്. ദേവിയുടെ ജന്മദിനമായ മീനഭരണി തൂക്ക മഹോത്സവമായി ആഘോഷിക്കുന്ന ഉത്സവകാലത്താണ് വെങ്കഞ്ഞി ക്ഷേത്രത്തിൽ ഭദ്രാദേവിയുടെ ദിവ്യ സാന്നിധ്യം ദർശനമാകുന്നത്. ഒന്നിടവിട്ടുള്ള മണ്ഡലകാലത്തും ദേവി വെങ്കഞ്ഞി മുടിപ്പുരയിൽ കുടികൊള്ളുന്നു. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പഴമക്കാർ പറഞ്ഞുവന്ന ചില കഥകൾ ഐതിഹ്യങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പണ്ട് ഒരു ബ്രാഹ്മണൻ കൊടുങ്ങല്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു. കന്യാകുമാരി ദേവിയുടെ ദർശനം തേടിയായിരുന്നു ആ ബ്രാഹ്മണൻ യാത്ര തിരിച്ചതത്രേ. യാത്രാമധ്യേ ഒരു ദിവസം സന്ധ്യയ്ക്ക് ബ്രാഹ്മണൻ കൊല്ലങ്കോട് വന്നെത്തി. യാത്ര ചെയ്ത് വിവശനായ ബ്രാഹ്മണൻ വഴിയരികിലുള്ള പുറക്കാൽ ഭവനത്തിൽ വിശ്രമത്തിനായി ചെന്നു. അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന മുത്തശ്ശി തന്റെ സേവകരായ 2 സ്ത്രീകളെ അദ്ദേഹത്തെ പരിചരിക്കുവാനായി നിയോഗിച്ചു. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആനന്ദി, പൊന്നി എന്നീ 2 സ്ത്രീകളായിരുന്നു അവർ. ഇളനീർ, പഴം, പാൽ, അവിൽ, മലർ എന്നിവ നൽകി അവർ ബ്രാഹ്മണനെ സൽക്കരിച്ചു. ജ്യോതിശാസ്ത്ര വിശാരദൻ കൂടിയായിരുന്നു വന്നുചേർന്ന ആ ബ്രാഹ്മണൻ. ആ വിശേഷ മുഹൂർത്തത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ തേജസ്വിയും ഉത്തമ ബുദ്ധിമാനും ശ്രേഷ്ഠനുമായി തീരുമെന്ന് ആ പണ്ഡിതൻ മനസ്സിലാക്കി. ആ വിവരം അദ്ദേഹം ആ സ്ത്രീകളെ അറിയിച്ചു. അങ്ങനെ ബ്രാഹ്മണനിൽ കൊല്ലസ്ത്രീക്ക് ജനിച്ച കുമാരനാണത്രേ മാഘി മാർത്താണ്ഡൻ അഥവാ ആദി മാർത്താണ്ഡൻ. കന്യാകുമാരി ദർശനം കഴിഞ്ഞ് തിരിച്ചുവന്ന ബ്രാഹ്മണൻ ഒരു വിശിഷ്ട ഗ്രന്ഥം അവർക്ക് നൽകുകയും അദ്ദേഹം പൂജിച്ചിരുന്ന സാളഗ്രാമം ആ വീടിനോട് ചേർന്ന കിണറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഭാവിയിൽ ഇവ 2ഉം ഉത്കൃഷ്ടഫലം നൽകുമെന്നറിയിച്ച് യാത്രയാവുകയും ചെയ്തു. പിതാവിന്റെ പ്രവചനം പോലെ ആദിമാർത്താണ്ഡൻ ഭക്തനും സിദ്ധനും പ്രശസ്തനുമായി തീർന്നു. പിൽക്കാലത്ത് ഒരു കൊല്ലസ്ത്രീ പുറക്കാൽ വീട്ടിലെ കിണറിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ പാക്ക് രൂപത്തിൽ ഒരു തേജോഗോളം കാണപ്പെട്ടു. പാക്ക് മുറിച്ചപ്പോൾ അതിൽ നിന്നും രക്തപ്രവാഹമുണ്ടായത്രേ. ഭയന്നു നിലവിളിച്ച കൊല്ലസ്ത്രീ ബോധരഹിതയായി. നാട്ടുകാർ കൂടി ദേവപ്രശ്നം വയ്പ്പിച്ചു. ദേവപ്രശ്നത്തിൽ കിണറ്റിൽ നിന്നും കിട്ടിയ സാളഗ്രാമത്തിൽ ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും അമ്പലം നിർമ്മിക്കണമെന്നും തെളിഞ്ഞു. അങ്ങനെയാണ് വട്ടവിളയിൽ ആദ്യമായി മുടിപ്പുര ഉണ്ടാകുന്നത്. കൊല്ലങ്കോട് ദേശത്തെത്തിച്ചേർന്ന ബ്രാഹ്മണന്റെ മകൻ ആദി മാർത്താണ്ഡനാണ് മൂലക്ഷേത്രത്തിൽ ആദ്യമായി പൂജാനിവേദ്യങ്ങൾ അർപ്പിച്ചത്. ആ കൊല്ലസ്ത്രീയുടെ വംശപരമ്പരയിൽപ്പെട്ട പുരുഷന്മാരാണ് ഇന്നും ക്ഷേത്രത്തിൽ പൂജാകർമാദികൾ ചെയ്തു വരുന്നത്. പുറക്കാൽ കിണറിനെയാണ് ദേവിയുടെ ഉത്ഭവസ്ഥാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ പുറക്കാൽ ഭവനവും കിണറും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മീനമാസത്തിലെ 2ാമത്തെ ഭരണിയാണ് ശ്രീ ഭദ്രാദേവിയുടെ ജന്മദിനമായി കൊണ്ടാടുന്നത്. മീനഭരണി ദിവസമാണ് പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ തൂക്ക മഹോത്സവം എന്ന നേർച്ചാ മഹോത്സവം നടത്തുന്നത്. അതിപ്രാചീനമായ ഈ തൂക്ക മഹോത്സവം ഭദ്രകാളി ക്ഷേത്രോത്ഭവത്തോടനുബന്ധിച്ച് തന്നെ തുടങ്ങിയെന്നാണ് കരുതപ്പെടുന്നത്. തൂക്കുവില്ലിൽ നേർച്ചയ്ക്കെത്താത്ത ഒരൊറ്റ കുഞ്ഞുപോലും കൊല്ലങ്കോട് നാട്ടിൽ ഇല്ലെന്നത് അതിശയോക്തിയല്ല. പഴയകാലം മുതലുള്ള ഈ കീഴ്വഴക്കത്തോടും ആഘോഷത്തോടും അത്രയും അചഞ്ചലമായ ഭക്തിയും അതിരറ്റ വിശ്വാസവുമാണ് ആളുകൾക്ക് അന്നും ഇന്നും. സന്താനലബ്ധിക്കും ഇഷ്ടസന്താന ലാഭത്തിനും അഭീഷ്ടസിദ്ധിക്കും രോഗശാന്തിക്കുമൊക്കെയായിട്ടാണ് തൂക്കനേർച്ച നടത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ഒരുക്കി തൂക്കവെലിൽ തൂക്കവ്രതക്കാർ തൂക്കനേർച്ചയ്ക്കായി എത്തുന്ന കുഞ്ഞുങ്ങളെയുമെടുത്ത് പ്രദക്ഷിണം നടത്തുന്ന ചടങ്ങാണ് തൂക്കം.
ഞായർ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ പൂജ ഉണ്ടായിരുന്നത്. പ്രസിദ്ധങ്ങളായ ചില പുണ്യദിനങ്ങളിൽ കൂടി പൂജ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും പൂജ നടന്നുവരുന്നു. കൂടാതെ എല്ലാ മാസത്തിലും ഭരണി പൂജയ്ക്കും ഏർപ്പാടുണ്ടായി. നിത്യപൂജയ്ക്ക് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട പൂജാരിയും ഭരണി പൂജയ്ക്ക് ബ്രാഹ്മണ ശ്രേഷ്ഠനും എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. നിത്യമംഗളദായികയായി ഭക്തർക്ക് സംരക്ഷയും സൗഭാഗ്യവും അരുളി സാക്ഷാൽ ശ്രീ മഹാഭദ്രകാളിയായ കൊല്ലങ്കോട് ദേവി കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ ഐശ്വര്യദേവതയായി ഇവിടെ വാണരുളുകയാണ്.